ആരെയാ നീ നോക്കി നിൽക്കണേ? അല്ലച്ച, ഇന്നും നന്ദു ചേട്ടൻ വന്നില്ലല്ലോ. അവനിനി വരുമെന്ന് തോന്നണില്ല. നമുക്ക് വേറെ ആരെങ്കിലും വിളിക്കാം. ആ മോളോ വാ. എന്താണ് മാഡം പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? അമ്മ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. മോള് വിചാരിക്കണ പോലെ ഇവന് നിന്നോട് പിണക്കോ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇവനിവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ അങ്ങോട്ടൊന്നും വരാഞ്ഞത്. മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെന്നായിരുന്നു സംസാരിക്കേ? അമ്മ ചായ എടുക്കാൻ പോയി. ചേട്ടൻ എന്താ പിന്നെ വീട്ടിലേക്ക് വരാന്? കേട്ടോ, എനിക്ക് തന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ. ഞങ്ങള് മറ്റന്നാൾ തിരിച്ചു പോവാ. അപ്പോൾ എനിക്കതിനു മുമ്പ് നന്ദു ചേട്ടനെ കാണുന്നുണ്ടായിരുന്നു, പിന്നെ ഇതും തരണമെന്നുണ്ടായിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന്? നാളെ പറ്റുവാണെങ്കിൽ ഒന്ന് അമ്പലത്തിലേക്ക് വരാമോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഏത് പ്രേമം? പ്രേമോ? ആടാ എടാ, അവൾ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ രണ്ടാമത് പഠിക്കാൻ ചേർക്കണം, പിന്നെ എന്താണ്? അതാടാ. പിന്നെ പ്രേമം തേങ്ങാക്കോല. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവളെ പ്രേമിക്കാത്തതിന്റെ കുറവുകൾ. അവർക്ക് എന്താ ഒരു കുറവ്? കാണാനും നല്ല സൗന്ദര്യമുണ്ട്, നല്ല അടക്കോ ഒതുക്കോ ഇപ്പില്ലെങ്കിലും കൊണ്ടുവരാല. നിന്റെ ഒറ്റ ഒരുത്തന്റെ ഉപദേശം കാരണം ഞാൻ ഈ കുഴിയിലൊക്കെ പോയി ചാടണം. നിനക്ക് ഇത്ര നീ പോകേട്ടാ. സത്യം പറഞ്ഞാൽ ഏതൊരു പെണ്ണ് കണ്ടതിനൊന്നും ആഗ്രഹിക്കുമെങ്കിലും ഈ ഭാഗ്യം എനിക്ക് വേണ്ട. നീ എടുത്തോ. നീ അവളെയും കിട്ടി വലിയ നിലയിലെത്തുമ്പോൾ നിന്റെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എനിക്കൊരു മാനേജറായിട്ടൊരു ജോലി തന്നാൽ മതി. എനിക്കും വേണ്ട സാമ്പത്തിക ജീവിതമൊക്കെ. എടാ പൊട്ട, സാമ്പത്തിക ജീവിതമല്ല, ദാമ്പത്യ ജീവിതം. എന്താണെങ്കിലും സാമ്പത്തികം വേണ്ടടാ. എടാ, നീ എന്തായാലും നാളെ അവളെ പോയി കാണും. ഇതോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. കാണാല്ലേ? പിന്നെ